രാവിലെ എണീറ്റ് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ചൂടുള്ള ചായ കുടിക്കാൻ നല്ല സുഖമാണില്ലേ. ഞായറാഴ്ച ആയാൽ മാത്രമേ ഈ ഒരു അവസരം എനിക്ക് കിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ തന്നെ പാൽപ്പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നനച്ച് വെച്ചിട്ടുണ്ട്. പാൽപ്പുട്ടായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരിത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചിരണ്ടിയ ക്യാരറ്റും ഒരിത്തിരി തേങ്ങയും പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് അതിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടീൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുട്ടിന് ലെയറിടാനുള്ള തേങ്ങേൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇനി പുട്ടും കുറ്റിൻ്റെ അകത്തേക്ക് തേങ്ങയും ക്യാരറ്റിൻ്റെ മിക്സും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആവിയിൽ വെച്ച് വേവിച്ചാൽ നല്ല അടിപൊളി പാൽപ്പുട്ട് റെഡിയാവും. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ